അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 24 തിങ്കളാഴ്ച. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ വീണ്ടും 2 മരണം. കണ്ണൂർ ആറളം ഫാമിലെ 13-ാം ബ്ലോക്കിലെ ആദിവാസി ദമ്പതികളായ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയാണ് ഇവരെ ആന ആക്രമിച്ചത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് സംഭവമുണ്ടായത്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ വനം വകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധം. കളക്ടർ വരാതെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. സണ്ണി ജോസഫ് MLA ഇടപെട്ടിട്ടും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പരിഹാരമായില്ല. ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന് സണ്ണി ജോസഫ് MLAയുടെ പ്രതികരണം. സംഭവത്തിൽ സർക്കാർ നിസ്സംഗരായിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. അതേസമയം സങ്കടകരമെന്നായിരുന്നു വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. ആനമതിൽ നിർമ്മാണം നീണ്ടുപോയതടക്കം വന്യമൃഗശല്യത്തിന് കാരണമായിട്ടുണ്ടെന്നും വകുപ്പുകളുടെ ഏകോപനക്കുറവുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആറളത്ത് UDF ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. AI സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വളരെയധികം മുന്നോട്ട് നീങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരാനിരിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ സ്ത്രീകൾ കൈകാര്യം ചെയ്യുമെന്നും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ പ്രധാനമന്ത്രിയുടെ അക്കൌണ്ടുകളിലൂടെ പങ്കുവയ്ക്കുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു. വേതന വർധനവടക്കം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം 2 ആഴ്ച പിന്നിടുമ്പോഴും തിരിഞ്ഞു നോക്കാതെ സർക്കാർ. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ സമരവേദിയിലെത്തി. നിരോധിത സംഘടനകൾക്ക് സമരവുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് വിരട്ടാൻ നോക്കേണ്ടെന്നാണ് സമരസമിതിയുടെ മറുപടി. ആശാ വർക്കർമാരോട് സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് അവരുടെ അവകാശങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരാക്രമം സ്ത്രീകളോടല്ലെന്നും സർക്കാർ ദുരഭിമാനം വെടിയണമെന്നും അവർ ആവശ്യപ്പെടുന്നത് ഔദാര്യമല്ല, അവരുടെ അവകാശമാണെന്നും ആശാ വർക്കർമാരുടെ അവസ്ഥ മനസ്സിലാക്കി സംസ്ഥാന സർക്കാർ തിരുത്തണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പത്തനംതിട്ട റാന്നിയിൽ വെച്ചാണ് ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് മടങ്ങിയ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധം കണ്ട് വാഹനം നിർത്തി മന്ത്രി പുറത്തിറങ്ങി. നടുറോഡിൽ മന്ത്രിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാഗ്വാദമുണ്ടായി. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആശാ വർക്കർമാരുടെ സമരസമിതി നേതാവ് മിനിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ്. മന്ത്രിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവ് ജോർജ് ജോസഫ് മന്ത്രിയെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന പരാമർശത്തിലാണ് നോട്ടീസ് അയച്ചത്. ആരോപണം ശരിയല്ലെന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് ജോർജ് ജോസഫ് അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നത്. അതേസമയം നോട്ടീസ് കിട്ടിയില്ലെന്നും കിട്ടിയ ശേഷം പ്രതികരിക്കാമെന്നും മിനി അറിയിച്ചു. സർക്കാർ വയനാട്ടിലെ ദുരന്ത ബാധിതർക്കൊപ്പമാണെന്നും മനഃപൂർവ്വമായ ഒരു കാലതാമസത്തിനും ഇടവരുത്തിയിട്ടില്ലെന്നും റവന്യൂ മന്ത്രി K രാജൻ. വയനാട് ദുരന്തം നടന്ന് 61 ദിവസത്തിനുള്ളിൽ കൂട്ടായി പാർക്കാനുള്ള സ്ഥലം കണ്ടെത്തി തത്വത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചുവെന്നും അന്നു തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നുവെങ്കിൽ പകുതിയോളം പൂർത്തിയാകുമായിരുന്നുവെന്നും നിർഭാഗ്യവശാൽ കോടതി ഇടപെട്ടുവെന്നും മന്ത്രി പറഞ്ഞു. ദുരന്തബാധിതർക്ക് ഒരു പേടിയുടെയും ആവശ്യമില്ലെന്നും ഒരു സമരത്തിനും ഇറങ്ങേണ്ടതില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മോദി സർക്കാർ ഫാസിസ്റ്റായെന്ന് മുൻപും പറഞ്ഞിട്ടില്ലെന്ന് CPM നേതൃത്വം. ഫാസിസ്റ്റ് പ്രവണതകൾ കാണിക്കുന്നുവെന്നാണ് നേരത്തെയും സ്വീകരിച്ച നിലപാടെന്നും ഫാസിസ്റ്റ് സർക്കാരായാൽ പിന്നെ എല്ലാവരെയും ചേർത്ത് എതിർക്കാൻ ഐക്യമുന്നണി രൂപീകരിക്കുകയേ വഴിയുള്ളൂവെന്നും CPM പുതിയ നയം സ്വീകരിച്ചുവെന്നത് ദുർവ്യാഖ്യാനമെന്നും നേതൃത്വം വ്യക്തമാക്കി. മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന നിലപാട് സിപിഎമ്മിന് തിരുത്തേണ്ടി വരുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം.
RSS നയിക്കുന്ന മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ തന്നെയാണെന്നും RSS പൂർണ്ണ ഫാസിസ്റ്റ് സംഘടനയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ അധ്യക്ഷനായിരുന്ന TP ശ്രീനിവാസനെ മർദ്ദിച്ച നടപടിയെ ന്യായീകരിച്ച SFI നേതാക്കൾക്കെതിരെ വിമർശനവുമായി മുരളി തുമ്മാരുകുടി. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് TP ശ്രീനിവാസനെ തല്ലി വീഴ്ത്തിയതെന്നും 1 പതിറ്റാണ്ട് കഴിഞ്ഞും ഓരോ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നുവെന്നും മുരളി തുമ്മാരുകുടി ഫേസ്ബുക്കിൽ കുറിച്ചു. തെറി പറഞ്ഞിട്ടില്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ന്യായമെന്നും എന്നാൽ അദ്ദേഹം നേരത്തെ തന്നെ ഇത് നിഷേധിച്ചിരുന്നുവെന്നും തുമ്മാരുകുടി ശ്രീനിവാസന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പരിഭാഷ കൂടി തന്റെ കുറിപ്പിൽ ഉൾപ്പെടുത്തി വിമർശിക്കുന്നു. അനന്തരസ്വത്തിൽ മുസ്ലിം പുരുഷന് തുല്യമായ അവകാശം മുസ്ലിം സ്ത്രീക്കും അനുവദിച്ചു കിട്ടുന്നതുവരെ ദില്ലി ജന്തർ മന്ദറിൽ ആരംഭിച്ച നിരാഹാര സമരം താൽക്കാലികമായി അവസാനിപ്പിച്ച് VP സുഹറ. വൈകിട്ടോടെ VP സുഹറയെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ജാമ്യത്തിൽ വിടുകയായിരുന്നു. അനുവദിച്ചതിലും കൂടുതൽ സമയം സമരം തുടർന്ന സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം വേണമെന്ന ആവശ്യം പരസ്യമാക്കി ശശി തരൂർ. കേരളത്തിൽ സമഗ്രമാറ്റം കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ഏറ്റെടുക്കാൻ സന്നദ്ധനാണെന്നാണ് തരൂർ പറഞ്ഞത്. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ മറ്റു വഴികളുണ്ടെന്ന് വ്യക്തമാക്കുന്ന തരൂർ കേരളത്തിലെ കോൺഗ്രസിൽ പ്രധാന നേതാവിന്റെ അഭാവമുണ്ടെന്നും നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ 3ാം തവണയും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും തരൂർ തുറന്നടിച്ചു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനായി ശശി തരൂർ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളിൽ സംസ്ഥാന കോൺഗ്രസിൽ ഒന്നടങ്കം അമർഷമെന്ന് റിപ്പോർട്ട്. UDFനെ അധികാരത്തിലെത്തിക്കാൻ തരൂരും വേണമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അദ്ദേഹം ദേശീയ തലത്തിൽ പ്രവർത്തിക്കട്ടെയെന്നാണ് മറുചേരിയുടെ നിലപാട്. ശശി തരൂർ ചെയ്തത് ശരിയായില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. മാധ്യമങ്ങളിലൂടെയുള്ള ശശി തരൂർ നടത്തിയ പ്രതികരണം ശരിയായില്ലെന്നും അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുള്ള ആളാണ് താനെന്നും K സുധാകരൻ പറഞ്ഞു. തരൂർ പാർട്ടി വിടില്ലെന്നും CPMൽ പോകുമെന്ന് കരുതുന്നില്ലെന്നും തരൂരിന് ഇനിയും തിരുത്താമെന്നും സുധാകരൻ പറഞ്ഞു. തരൂർ തന്നെ തിരുത്തിക്കോട്ടെയെന്നും പ്രവൃത്തി അതിർവിട്ട് പോകരുതെന്ന് ആഗ്രഹമുണ്ടെന്നും സുധാകരൻ വ്യക്തമാക്കി. വിമർശിക്കുന്നവരെ 52 വെട്ടുവെട്ടുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് KC വേണുഗോപാൽ. ജനവിരുദ്ധ സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിയിലുണ്ടാകാമെന്നും എല്ലാവർക്കും അഭിപ്രായം പറയാമെന്നും അതാണ് കോൺഗ്രസിന്റെ സൌന്ദര്യമെന്നും വേണുഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള ശശി തരൂരിന്റെ നിലപാടിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നേതൃപ്രശ്നങ്ങൾ കോൺഗ്രസ് ഗൌരവമായി പരിഗണിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്നും കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു പരിധി കടന്ന് ലീഗ് ഇടപെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഗുണം ചെയ്യില്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചു. കോൺഗ്രസ് വിട്ടാലും കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂർ അനാഥനാകില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. തരൂർ ഇത്രകാലം കോൺഗ്രസിൽ തുടർന്നത് അത്ഭുതമാണെന്നും തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞു. ശശി തരൂരിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭ നിരണം ഭദ്രാസനം മുൻ മെത്രാപ്പൊലിത്ത ഗീവർഗീസ് മാർ കൂറിലോസ്. ഞാനാണ് ഏറ്റവും കേമനെന്ന് ഒരാൾ സ്വയം പറഞ്ഞാൽ അതിൽ പരം അയോഗ്യത വേറെ ഉണ്ടോ എന്ന് തരൂരിന്റെ പേരെടുത്ത് പറയാതെ അദ്ദേഹം സമൂഹ മാധ്യമത്തിലെ കുറിപ്പിൽ വിമർശിച്ചു. കിട്ടാവുന്നതെല്ലാം വാങ്ങി അധികാരത്തിന്റെ സൌകര്യങ്ങൾ അനുഭവിച്ചിട്ട് അധികാരക്കൊതി തീരാതെ എല്ലാം തന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയുകയും കാല് മാറുകയും ചെയ്യുന്നവരോട് സാധാരണ ജനങ്ങൾക്ക് പുച്ഛമുണ്ടാകുമെന്നും അതാരായാലും ഏത് പ്രസ്ഥാനമായാലുമെന്നും അദ്ദേഹം കുറിച്ചു. സംസ്ഥാന സർക്കാർ കൊച്ചിയിൽ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയിൽ നിക്ഷേപകർ ഒപ്പിട്ട ഓരോ താൽപര്യപത്രവും യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിത പരിപാടിക്ക് സർക്കാർ രൂപം നൽകി. താൽപര്യപത്രങ്ങളുടെ വിശകലനം 2 ആഴ്ചയ്ക്കുള്ളിൽ നടത്തുമെന്നും വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി P രാജീവ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പീച്ചിയെ കൂടുതൽ സഞ്ചാര സൌഹൃദമാക്കി നവീകരിക്കാൻ വേണ്ടുന്ന വിപുലമായ വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി K രാജൻ.
ഉന്നത ഉദ്യോഗസ്ഥ വിദഗ്ധ സംഘത്തോടൊപ്പം പീച്ചി ഹൌസ് സന്ദർശിച്ച ശേഷം പദ്ധതികൾ വിശദീകരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചത് ട്രെയിൻ അട്ടിമറിക്കാനെന്ന് എഫ്ഐആർ. ട്രെയിൻ അപകടമുണ്ടാക്കി ജീവഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പാളത്തിൽ പോസ്റ്റ് കൊണ്ടിട്ടതെന്നും കുണ്ടറ പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. പ്രതികളായ അരുണിനെയും രാജേഷിനെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 3 ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 25-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ 5 ജില്ലകളിലും മഴ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ചെങ്ങോട്ടുകാവ്, കൂഞ്ഞിലാരി, മുക്കാടിക്കണ്ടി സഫ്നയാണ് മരിച്ചത്. 1 മാസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ആചാരാനുഷ്ഠാനങ്ങളെ കളിയാക്കുന്നവർ സമൂഹത്തിലെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബലഹീനമാക്കാൻ വിദേശ ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നും അത്തരം വിദേശ ശക്തികൾ സമൂഹത്തെ ഭിന്നിപ്പിച്ച് ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന കുംഭമേള ഐക്യത്തിന്റെ പ്രതീകമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ദില്ലി മുൻ മുഖ്യമന്ത്രിയും AAP നേതാവുമായ അതിഷി മർലേനയെ ദില്ലി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു. ഇതാദ്യമായാണ് ദില്ലി സർക്കാരിന്റെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വനിതാ നേതാവ് എത്തുന്നത്. BJPയുടെ വനിതാ മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്കെതിരെ പ്രതിപക്ഷത്തെ ഇനി അതിഷി മർലേന നയിക്കും. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ ടണൽ ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ 8 പേരെ രക്ഷപ്പെടുത്തുന്നതിൽ നിർണായക പുരോഗതി. ടണലിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ് തകർന്ന ബോറിംഗ് മെഷീന്റെ അടുത്തുവരെ ദൌത്യസംഘം എത്തി. കുടുങ്ങിക്കിടക്കുന്നവരോട് ലൌഡ് സ്പീക്കർ വഴി സംസാരിക്കാൻ ദൌത്യസംഘം ശ്രമിച്ചു. എന്നാൽ മറുപടിയൊന്നും ലഭിക്കുന്നില്ലെന്നും ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങുന്നുവെന്നും സംഘം അറിയിച്ചു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 2.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അപകടനിലയിൽ തുടരുന്നതായി റിപ്പോർട്ട്. അണുബാധ രക്തത്തിലേക്ക് വ്യാപിച്ച് സെപ്സിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതിനാൽ അദ്ദേഹം ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പെറുവിൽ ഷോപ്പിംഗ് മാളിന്റെ മേൽക്കൂര തകർന്നുവെന്ന് വൻ ദുരന്തം. 6 പേർ മരിച്ചു, 78 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. കുട്ടികളുടെ കളിസ്ഥലത്തിന് മുകളിലേക്കാണ് മേൽക്കൂര വീണത്. അപകട കാരണം വ്യക്തമല്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം മുൻ നിശ്ചയിച്ചതിലും നേരത്തെ പ്രവർത്തനരഹിതമാക്കണം എന്ന ആവശ്യവുമായി സ്പേസ് എക്സ് ഉടമ ഇലോൺ മസ്ക്. ISSന്റെ പ്രവർത്തനം 2030-ൽ അവസാനിപ്പിക്കാൻ നാസയും രാജ്യാന്തര പങ്കാളികളും തീരുമാനിച്ചിരിക്കെയാണ് അതിലും നേരത്തെ നിലയം പൊളിച്ചെടുക്കണമെന്ന മസ്കിന്റെ ആവശ്യം. ആദ്യഘട്ട ബന്ദി കൈമാറ്റത്തിന്റെ ഭാഗമായുള്ള 602 പലസ്തീൻ തടവുകാരുടെ മോചനം നീട്ടിവെച്ച് ഇസ്രായേൽ. അടുത്ത ഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടുന്ന ഇസ്രായേലി ബന്ദികളുടെ കാര്യത്തിൽ ഉറപ്പുവേണമെന്ന് കാട്ടിയാണ് നടപടി. 63 ഇസ്രായേലി ബന്ദികൾ തുടർന്നുള്ള ഘട്ടങ്ങളിൽ ഇനിയും മോചിപ്പിക്കപ്പെടാനുണ്ട്. അതിനായി ചർച്ചകൾ നടക്കാനിരിക്കെയാണ് തടവുകാരുടെ മോചനം നീട്ടിവെച്ച ഇസ്രായേൽ നടപടി. യുദ്ധത്തിന്റെ 3ാം വാർഷികത്തിൽ യുക്രൈനെതിരെ ഡ്രോൺ ആക്രമണം അഴിച്ചുവിട്ട് റഷ്യ. ഖാർക്കിവ്, പൊൾത്താവ, സുമി, കീവ്, ചെർണേവ്, ഒഡേസ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇടങ്ങൾ ഉൾപ്പെടെ 13 സ്ഥലത്താണ് റഷ്യ ഒറ്റ ദിവസം ഒരേ സമയം വ്യാപകമായ ഡ്രോൺ ആക്രമണം നടത്തിയത്. യുക്രൈനെതിരെ റഷ്യ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിലെ ഇന്ത്യ പാക് പോരാട്ടത്തിൽ വിജയം ഇന്ത്യയ്ക്കൊപ്പം. പാകിസ്ഥാനെ 6 വിക്കറ്റിന് തോൽപ്പിച്ച ഇന്ത്യ സെമി ഉറപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ 49.4 ഓവറിൽ 241 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 62 റൺസ് എടുത്ത സൌദ് ഷക്കീലാണ് പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 42.3 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു.
51ാം ഏകദിന സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി 100 റൺസുമായി പുറത്താകാതെ നിന്ന് പട നയിച്ചപ്പോൾ 56 റൺസ് അടിച്ച ശ്രേയസ് അയ്യരും 46 റൺസ് അടിച്ച ശുഭ്മാൻ ഗില്ലും ഇന്ത്യയ്ക്കായി തിളങ്ങി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.